ഹലോ ഫ്രണ്ട്സ്, രാഹുൽ ടെക് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു എമർജൻസി പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ്. കുറച്ച് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് മറ്റ് ആപ്പുകളിൽ നിന്ന് ലോണ് കാര്യങ്ങളും കിട്ടുന്നില്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ലോണാണ് നിങ്ങൾ സ്വന്തം റിസ്കിൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ആപ്ലിക്കേഷന് ഏകദേശം 5000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 50 വയസ്സ് വരെയാണ്. കൂടാതെ 12 മാസത്തെ തിരിച്ചടവ് കാലാവധിയാണ് ഇവർ പറയുന്നത്. അതുപോലെ ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറയുമ്പോൾ 36% മാക്സിമം ആയിട്ട് വരുന്നത്. പിന്നെ കൂടാതെ ഇത് ഫുൾ ഓൺലൈനായിട്ടാണ് ഈ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടാണ് ലോണ് കാര്യങ്ങളൊക്കെ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. എലിജിബിലിറ്റി ആയിട്ട് ഇവർ പറയുന്നത് നമ്മളൊരു സാലറീഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. അതുപോലെ സാലറി ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ വാലിഡ് ID ആൻഡ് അഡ്രസ് പ്രൂഫ്, അത് ആധാർ കാർഡോ പാൻ കാർഡോ, ഇത്രയും കാര്യങ്ങളാണ് ഇവരൊരു ഡോക്യുമെൻറ്റ്സ് എലിജിബിലിറ്റിക്ക് ആയിട്ട് പറയുന്നത്. ഈ ഒരു അർത്ത് ഫിൻ കെയർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഉന്നതി ഫിൻസർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന RBI രജിസ്റ്റേർഡ് NBFC ആണ്. ഇത് RBIയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു NBFC കൂടിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ലോൺ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ വരും. ആ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്തുകൊണ്ട് സെൻഡ് OTP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 1 ടൈം പാസ്വേഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നതായിരിക്കും. കറക്റ്റ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ ഒരു 1 ടൈം പാസ്വേഡ് വരുന്നതായിരിക്കും. ആ ഒരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ആ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരും. ഇതെൻ്റെ ലോഗിൻ പേജ് കാര്യങ്ങളൊക്കെയാണ്. അവിടെ പേഴ്സണൽ ലോണിൻ്റെ ഭാഗത്ത് ഏറ്റവും മേലെയായിട്ട് അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഇങ്ങനൊരു ഡാഷ്ബോർഡ് വരുന്നതാണ്. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫുൾ നെയിം കാര്യങ്ങൾ എൻ്റർ ചെയ്യുക. അതിന് താഴെയായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും എൻ്റർ ചെയ്തുകൊണ്ട് ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന താഴെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ആ ഒരു ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് എൻ്റർ ചെയ്യുക. ശേഷം ചെക്ക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കുക. ജസ്റ്റ് വെരിഫൈ ആവുന്നതായിരിക്കും, ഇന്ന് ലോഡ് ആവുന്നതായിരിക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനാണ്. ഇവിടെ നമ്മുടെ ആധാർ കാർഡ് വെരിഫിക്കേഷനാണ്. അതിനായി കണക്റ്റിംഗ് ടു ഡിജി ലോക്കർ എന്ന് പറയുന്നത് അവിടെ കൊടുക്കുക. നമ്മൾ ഡിജി ലോക്കർ വഴിയാണ് നമ്മുടെ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ താഴെയായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ കാണും. അതിനുശേഷം അത് ഓക്കെ കൊടുത്ത് പോവുക. ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അത് ലോഡാകുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. ഞാൻ എൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു OTP വരുന്നതായിരിക്കും. ആധാറിൻ്റെ സൈറ്റിൽ നിന്ന് നമുക്കൊരു OTP വരും. അത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡാവുന്നതാണ്. അപ്പോൾ ഡിജി ലോക്കർ വഴി അത് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം ചെറിയൊരു എറർ വന്നു. അത് ഞാനിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ KYC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരും. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ലോൺ പർപ്പസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, എന്തിനാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അതിന് വേണ്ടി ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണ് ലോൺ എമൗണ്ട് വേണ്ടതെന്ന് കൊടുക്കുക. ഇവിടെ മിനിമം 1000 രൂപയാണ് ഇവർ ഇതിൽ പറയുന്നത്. ആ എമൗണ്ട് നമുക്ക് എത്രയാണ്, 2000 ആണെങ്കിൽ 2000 അടിക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID കൂടെ അടിച്ചു കൊടുത്തിട്ട് ആ ഒരു താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ പിൻ കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പിൻ കോഡ് എത്രയാണെന്നുള്ളത് കൊടുക്കുക. ആ പിൻ കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സിറ്റി അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് ഇത് രണ്ടും കൂടെ താഴെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മുടെ വർക്ക് ആൻഡ് ഇൻകം ഡീറ്റെയിൽസ് ആണ്. നമ്മൾ സാലറിഡ് ആണെങ്കിൽ സാലറി കൊടുക്കുക. ഇവിടെ മന്ത്ലി വരുമാനം എത്ര കൊടുക്കുക, നമുക്ക് എങ്ങനെയാണ് ഈ സാലറി കാര്യങ്ങൾ ക്രെഡിറ്റ് ആവുന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്നാണ് സാലറി കയറുന്നത് എന്നുള്ള അടക്കം കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, നമ്മൾ സിംഗിളാണോ, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നമ്മൾ വീട് കാര്യങ്ങളൊക്കെ ഓണാണ് സ്വന്തമായിട്ടുള്ളതാണോ, അതൊക്കെ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. സോ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് അപ്രൂവൽ ആയിട്ടില്ല. ബട്ട് പലർക്കും അപ്രൂവൽ ആയിട്ടുണ്ട്. ഒരു 21 ദിവസത്തെ ഫസ്റ്റ് തിരിച്ചടവ് കാലാവധിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ പലർക്കും കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് അർത്ത് ഫിൻ കെയർ എന്നാണ്. പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 21 ദിവസത്തെ തിരിച്ചടവ് കാലാവധിയിൽ ഏകദേശം ഒരു 2200 രൂപയാണ് ലോൺ അപ്രൂവൽ ആകുന്നതെങ്കിൽ ഒരു 1700 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും. അങ്ങനെയൊക്കെയാണ്. ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. അത്രയും എമർജൻസി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അല്ലാത്ത പക്ഷം മികച്ച ക്രെഡിറ്റ് ബി മറ്റുപോലത്തെ അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഈ ഒരു ആപ്ലിക്കേഷന് ലോൺ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.